നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. പൂയം നക്ഷത്രം. വിഷുഫല ചിന്തനയിൽ പൂയം നക്ഷത്രക്കാർ ഈ വർഷം അന്ത്യഷൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് ഗുണകരമാണ്. സാമ്പത്തിക ലാഭം, രാജബഹുമാനം തുടങ്ങിയ സൽഫലങ്ങൾ അനുഭവമാകുന്നതാണ്. അഷ്ടമശനി മാറിയതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിരിക്കുന്ന വിഷമതകൾക്ക് വലുതായ ആശ്വാസം വരുന്നതാണ്. എങ്കിലും വ്യാഴം 12-ലായതിനാൽ അനാവശ്യമായിരിക്കുന്ന ഭയവും ഉത്കണ്ഠയും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. രാഹുവിൻ്റെ 8-ലെ സ്ഥിതിയും അപകടഭീതിക്ക് ഇരയാക്കും എന്നതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവരും മറ്റും അല്പം ജാഗ്രത പുലർത്തേണ്ടതായിരിക്കുന്നു. പുതിയ ചില കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയസാധ്യതയും കാണുന്നുണ്ട്. ധിഷണാപരമായിരിക്കുന്ന കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങളും ലഭിക്കുന്നതാണ്. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന ഊഷ്മളമായിരിക്കുന്ന ബന്ധം നിലനിർത്തുവാൻ ശ്രമിക്കണം. വരുമാന വർധനവിന് ഇടയുണ്ടെങ്കിൽ പോലും അനാവശ്യമായിരിക്കുന്ന ചിലവുകളും വന്നു ചേരാം. വീട് മൂടി പിടിപ്പിക്കുവാനോ വാഹനം വാങ്ങുവാനോ യോഗമുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാകാരന്മാർക്കും ഗുണകരമായിരിക്കുന്ന സമയമാണ്. സാമ്പത്തികമായുള്ള ബാധ്യതകൾ തീർക്കുവാനുള്ളതായിരിക്കുന്ന ശ്രമങ്ങൾ വിജയിക്കും. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സമയവും ധനവും ചെലവഴിക്കുവാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ദേവീക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും ലളിതാ സഹസ്രനാമാർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും താരായന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.